മനസ്സിലായില്ല. ഇന്നലെ പ്രധാനമായും ഗായത്രി ബാബു ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുന്നതാണ് അവർ പ്രധാനമായും ഉന്നയിക്കുന്നത്. ഗായത്രി ബാബുവിനെ ഇപ്പോൾ ഒരു കൗൺസിലർ മോശമായ ഇവരുടെ കയ്യിലില്ല. പക്ഷെ അവരെല്ലാവരും ഈ പ്രവർത്തകരെല്ലാവരും ഒരുപോലെ ഉന്നയിക്കുന്നത് കഴിഞ്ഞ ദിവസം പിന്നോക്കമായിട്ടുള്ളവരാണ് എന്നുള്ള ഒരു പരാമർശമാണ് ഗായത്രി ബാബു പറഞ്ഞിരിക്കുന്ന ഒരു ആക്ഷേപമാണ് ഉയർത്തുന്നത്. അതിനോടനുബന്ധിച്ച് തന്നെ വളരെ അഗ്രസീവായിട്ടാണ് ഇന്ന് ഈ ഇരു കവാടങ്ങളിലും 4 പ്രവർത്തകർ, ഒരു കവാടത്തിൽ പ്രധാനപ്പെട്ട കവാടത്തിൽ 2 പേർ ചേർന്നാണ് ഇപ്പോൾ ഈ സമരം നടത്തി വരുന്നത്. ഇവരുടെ കൈകളിൽ പെട്രോൾ കുപ്പികളുണ്ട്. ഇവർ രാവിലെ മുതൽ തന്നെ ഇതിന് മുകളിലാണ്. ഇവരെ താഴെയിറക്കാനായിട്ട് ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവരെ ഇപ്പോൾ താഴെയിറക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഇതിനുള്ള ഒരു മുന്നോട്ടുള്ള ഒരു പോക്ക് നടന്നിട്ടില്ല. കാരണം ഏണി വെച്ചുവെങ്കിലും ഇവർ ഇപ്പോൾ ശ്രമം നടത്തി വരുന്നുണ്ടെങ്കിലും ഇതുവരെ ഇവരെ താഴെയിറക്കാൻ വലിയൊരു 50ഓളം എണ്ണം കൂടുന്നുണ്ട്. രാവിലെ ാണ് പ്രതിഷേധക്കാർ നഗരസഭയ്ക്കുള്ളിലേക്ക് ഓടിക്കയറിയ സാഹചര്യമാണ് അല്പം മുമ്പ് വരെ ഉണ്ടായിരുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചു വരുന്ന ഒരു സാഹചര്യമാണ്. അതോടൊപ്പം തന്നെ പോലീസ് ഈ കവാടത്തിന് മുകളിലുള്ളവരെ താഴെ ഇറക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടുവരികയാണ്. എന്നാൽ താഴെ ഇറങ്ങേണ്ടി വന്നാൽ തലയിലേക്ക് ഡീസൽ ഒഴിച്ച് കത്തിക്കുമെന്നുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അത്തരത്തിലുള്ള ഒരു ഭീഷണിയെല്ലാം മുഴക്കുന്നുണ്ട്. മുകളിലിരിക്കുന്നവരെ താഴേക്ക് ഇറക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടെങ്കിലും താഴെയുള്ള ഒപ്പമുള്ള പ്രതിഷേധക്കാർ അതിനു സമ്മതിക്കുന്നില്ല. അതോടൊപ്പം തന്നെ അത് തയ്യാറാകില്ല എന്ന് തന്നെയാണ് മുകളിൽ ഇരിക്കുന്നവരും പറയുന്നത്. ഏതായാലും അവരെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു എന്നുള്ള ഒരു സാഹചര്യം കൂടി ഇവിടെ മുതലെടുക്കുന്നുണ്ട്. ഏതായാലും അത് കഴിഞ്ഞ ദിവസം തന്നെ അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഗായത്രി ബാബു വലിയ പ്രതിഷേധം അറിയിക്കുന്ന വിധത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് സംസാരിച്ചു പോകുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതായത് ഇവരുടെ വാഹനങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് കോടതി മുഖേന ഇറക്കേണ്ട ഒരു അവസ്ഥയാണ്. അങ്ങനെ തന്നെ ചെയ്യണം, അല്ലാതെ വേറെ ഒരു തരത്തിലുള്ള നീക്കവും ഉണ്ടാകില്ല എന്ന് തുറന്നു പറയുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഇവരെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു എന്നാണ് ഈ ഇവിടെ നിൽക്കുന്നവരൊക്കെയും പറയുന്നത്. വലിയ പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ അരങ്ങേറിയിരിക്കുന്നത്. അപ്രതീക്ഷിതമായി തന്നെ ഈ ഗേറ്റ് തള്ളി തുറന്ന് അകത്തേക്ക് കയറി ഈ കോർപ്പറേഷന് മുന്നിൽ പ്രതിഷേധിക്കുന്നുണ്ട്. പോലീസിന് പോലും കൃത്യമായി നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അതോടൊപ്പം തന്നെ ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇടത് സംഘടന ആണ്, ഇടത് അനുകൂല സംഘടനയാണ്. അവർ തന്നെയാണ് ഈ കോർപ്പറേഷനെതിരെ ഭരണപക്ഷത്തിനെതിരെ പ്രതിഷേധിക്കുന്നത്. അതായത് അവരുടെ ഈ ഉപജീവന മാർഗമായിട്ടുള്ള ഒരു ഭാഗമായാണ് ഇവർ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത്. ആ വാഹനങ്ങൾക്കാണ് ഫിറ്റ്നസിന്റെ പേര് പറഞ്ഞ് ഈ ആരോഗ്യ വിഭാഗം പിടിച്ചെടുത്തത്. ആ വാഹനങ്ങളില്ലാതെ ഇവർക്ക് കൃത്യമായി ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണ്. അതോടൊപ്പം തന്നെ ഈ പല ഘട്ടത്തിലും ഇവർ ശുചീകരണ പ്രവർത്തനം നടത്തുമ്പോൾ ചെറിയ തുക മാത്രമാണ് ജീവിതത്തിൽ ലഭിക്കുന്നത്. അന്നുള്ള നിത്യവൃത്തിക്കായി ലഭിക്കുന്ന തുക കൊണ്ട് മാത്രമാണ് ജീവിക്കുന്നത്. അത്തരത്തിലുള്ള ആളുകൾ എങ്ങനെയാണ് ഈ ഭീമമായ തുകയൊക്കെ പിഴയൊടുക്കുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ പ്രതിഷേധിക്കുക, അല്ലെങ്കിൽ ആത്മഹത്യ ഭീഷണി മുഴക്കുക, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നാൽ ചെയ്യുക എന്നതല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. അതിന്റെ ഒരു തീവ്രതയാണ് ഈ കാണുന്നതെല്ലാം. വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഏതായാലും മുകളിലിരുന്ന പ്രതിഷേധിക്കുന്നവർ, ആത്മഹത്യ ഭീഷണി മുഴക്കുന്നവർ ഇപ്പോഴും കടുത്ത ഭാഷയിൽ തന്നെയാണ് പ്രതികരിക്കുന്നത്. ഒരിക്കലും താഴെ ഇറക്കില്ല, ഇതൊരു തീരുമാനമാകണം, തങ്ങളെ വഞ്ചിക്കുകയെന്നാണ് പറയുന്നത്. എന്നാൽ അതേസമയം പോലീസ് ഇപ്പോൾ മുകളിലേക്ക് കയറുന്ന ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് മുകളിലെത്തി അവരുമായി സംസാരിച്ച് അവരെ താഴേക്ക് ഇറക്കാനുള്ള ശ്രമം തന്നെയാണ്. എന്നാൽ അത് ഒരു തരത്തിലേക്ക് അത് മയപ്പെടുത്തിക്കൊണ്ടുവരും എന്നുള്ള പ്രതീക്ഷയാണ്. ഏതായാലും മുകളിലേക്ക് ഇറങ്ങാൻ തയ്യാറാകുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ആ ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ട ഒരവസ്ഥയാണ്. കോടതിയുടെ പരിഗണനയിലാണ് ഇനി കാര്യങ്ങൾ പോകുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരെ പോകാൻ സാധ്യതയുണ്ട്. ഏതായാലും ആത്മഹത്യ എന്നുള്ള ഒരു അവസ്ഥയിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം ഒരു ഫലിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഏതായാലും അവർ പോലീസുമായി സഹകരിക്കാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഇത്രത്തോളം കാര്യങ്ങളാകുന്നുണ്ടെങ്കിലും ഇതിന്റെ പരിശോധന നോക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഏകദേശം 1 മാസത്തോളമായി ഇവർ വലിയ പ്രതിഷേധവുമായി ഇവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ പ്രതിഷേധിച്ച് നിൽക്കുന്ന
നടത്തുന്ന ഇവർക്ക് ഒരു തരത്തിലുള്ള നീതി ലഭിക്കുന്നില്ല എന്നാണ് ഈ പ്രതിഷേധക്കാർ പറയുന്നത്. ശുചീകരണ തൊഴിലാളിയായി ജോലി ചെയ്യുന്ന ഓരോരുത്തരും അവരുടെ അന്നുള്ള ജീവിതമാർഗമായി കണ്ടിരുന്നത് ആ തൊഴിൽ തന്നെയാണ്. അപ്പോൾ അതിനായി ഉപയോഗിക്കുന്ന വാഹനങ്ങൾ പിടിച്ചെടുത്തത് വലിയ തിരിച്ചടിയാണ് എന്ന് തന്നെയാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, അതായത് ഇവർ എങ്ങനെയാണ് ഇനി അടുത്ത ദിവസങ്ങളിൽ ജോലി ചെയ്യുക എന്നുള്ളതാണ്. അതാണ് അവരുടെയും ആശങ്ക. ഏതായാലും അവരെ അപമാനിച്ച വിധത്തിൽ, അതായത് അവരെ ജാതീയമായി അപമാനിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതിനെതിരെയാണ് പ്രതിഷേധം ഇപ്പോൾ കൂടുതലായും നടന്നു പോകുന്നത്. ഏതായാലും ഈ ശക്തമായ പ്രതിഷേധത്തിൽ ഒരു തീരുമാനമാകുമെന്നുള്ള പ്രതീക്ഷയാണ്. അതായത് ഒരുപക്ഷം കൂടെയുള്ളവർ ഇറങ്ങരുത് എന്ന് തന്നെയാണ് പറയുന്നത്, മുകളിലുള്ളവർ താഴേക്ക് ഇറങ്ങരുത് എന്നാണ്. എന്നാൽ നേരത്തെ തന്നെ മന്ത്രിമാരടക്കം, മന്ത്രി വി ശിവൻകുട്ടിയും അതോടൊപ്പം മേയർ ആര്യ രാജേന്ദ്രൻ അടക്കമുള്ളവർ യോഗം ചേർന്ന് ഇവരുമായി ഒരു തീരുമാനത്തിലെത്തിയിരുന്നു. വാഹനങ്ങൾ വിട്ടു നൽകാമെന്ന് പറഞ്ഞിരുന്നു എന്നാണ് ഈ പ്രതിഷേധക്കാർ അറിയിക്കുന്നത്. എന്നാൽ അന്നും അവർ വലിയ പ്രതീക്ഷയോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. എന്നാൽ അവർക്ക് വാഹനങ്ങൾ വിട്ടു നൽകിയില്ല. പിഴയടക്കേണ്ട അവസ്ഥയാണ്, വലിയ തുകയാണ് പിഴയടക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ അതിനുശേഷം ലേബർ കമ്മീഷനുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടന്നു. എന്നാൽ എല്ലാ ചർച്ചകളും പരാജയപ്പെട്ടു എന്ന് വേണം എടുത്തു പറയേണ്ടത്. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ പ്രതിഷേധം ശക്തമാക്കി ഇത്തരത്തിൽ ആത്മഹത്യാ ഭീഷണിയുമായി നഗരസഭയിലേക്ക് എത്തിയിരുന്നത്. ഏതായാലും ഇപ്പോൾ വീണ്ടും പ്രതിഷേധം ശക്തമായി തുടരുന്നു എന്ന് വേണം അറിയാൻ സാധിക്കുന്നത്. ഈ ശുചീകരണ തൊഴിലാളികളെ അനുനയിപ്പിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ കോർപ്പറേഷൻ അധികൃതർ എന്താണ് ഇതിൽ പറയുന്നത്? കോർപ്പറേഷൻ അധികൃതർ ഇതുവരെയും മറുപടി ഒന്നും നൽകിയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള പ്രതികരണം ഉണ്ടായിട്ടില്ല. ഏതായാലും ഇത് ശക്തമായ പ്രതിഷേധം എങ്ങനെ പോകുന്നു എന്ന് മാത്രമാണ് ഇപ്പോൾ നോക്കിക്കാണുന്നത്. നേരത്തെ പോലെ തന്നെ ഒരു യോഗം നടത്താനോ അല്ലെങ്കിൽ ഇനി ഒരു അനുനയ നീക്കത്തിലുള്ള ശ്രമം നടത്താനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അതുമായി സഹകരിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് ഇവർക്ക് പോകില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് വേണ്ട രീതിയിലുള്ള സഹായം എന്നാൽ ഇവരുടെ വാഹനങ്ങൾ വിട്ടു നൽകുക, അല്ലെങ്കിൽ പിഴ തുക ചെറുതായി കൊടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കം നടത്തുക. ഇനി കോടതി മുഖേന പോകാൻ തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവരുടെ ആവശ്യങ്ങളൊന്നും അംഗീകരിക്കാത്ത അവസ്ഥയിലേക്ക് കടക്കുന്നുണ്ട്. ഏതായാലും ഇവരുടെ ഈ പ്രതിഷേധം ശക്തമായി തുടരുന്നുണ്ട്. ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരുന്നവരെല്ലാം താഴേക്ക് ഇറങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവർ പോലീസ് സംസാരിച്ച് ഒരു പരിധി വരെ മനസ്സിലാക്കി താഴേക്ക് ഇറക്കുന്നുണ്ട്. പക്ഷെ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ നിലവിൽ ആ ഒരു ഘട്ടത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്.